നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ CSKയുടെ തേര് തെളിയിച്ചത് ചേട്ടനാണ്. വീണ്ടും സെഞ്ചുറി. ഈ സീസണിലെ രണ്ടാമത്തെ സെഞ്ചുറിയാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. എന്തൊരു കിടിലനായിട്ടാണ് ആ സെഞ്ചുറി പൂർത്തിയാക്കുന്നത്. അവസാന ഓവറിൽ 6, പിന്നെ 2 ഡോട്ട് ബോൾ, പിന്നെ 6, പിന്നെ 4. ആ ഒരു സെഞ്ചുറിയിലേക്ക് അദ്ദേഹം കുതിച്ചെത്തി. 54 പന്തുകളിൽ നിന്ന് 10 4, 6 6 അടക്കം അദ്ദേഹം 101 റൺസ് അടിച്ചു. മറ്റൊരാളും CSKയുടെ നിരയിൽ 25 റൺസ് പോലും അടിച്ചില്ല എന്ന കാര്യം കൂടി ഓർക്കണം. അപ്പോഴാണ് ചേട്ടൻ ഒറ്റക്കാണ് ഈ ടീമിനെ ചുമലിലേറ്റിയത് എന്നുള്ളത് വ്യക്തമാവുന്നത്. 54 പന്തുകളിൽ നിന്ന് 10 4, 6 6, 101 റൺസ് അടിച്ച് സഞ്ജു സാംസൺ പുറത്താകാതെ നിന്നു. അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്ത രുദ്രാജ് ഗെയ്ക്വാദ് 3 4 1 6 അടിച്ചു. 14 പന്തിൽ നിന്ന് 22 റൺസ്. അല്ലാ ഗസൻഫറുടെ പന്ത് അടിക്കാനുള്ള ശ്രമത്തിൽ തിലക് വർമ്മ പിടിച്ച് പുറത്താവുകയായിരുന്നു. സർഫറാസ് ഖാൻ മനോഹരമായിട്ട് തുടങ്ങിയെങ്കിലും മിച്ചൽ സാൻഡറുടെ ബോൾ സ്വീപ്പ് ചെയ്യാനുള്ള ശ്രമത്തിൽ ബൗൾഡായി പോയി. 8 പന്തിൽ നിന്ന് 3 4 സഹായത്തോടെ 14 റൺസാണ് അദ്ദേഹം അടിച്ചത്. ശിവൻ ദ്യൂബെ അല്ലാ ഗസൻഫറുടെ ബോളിൽ ബൗൾഡാവുകയായിരുന്നു. 8 പന്തിൽ നിന്ന് 5 റൺസ്. ബ്രവിസും 2 6ഉം 1 4ഉം ഒക്കെ ആയിട്ട് പ്രതീക്ഷ നൽകിയെങ്കിലും അശ്വിനി കുമാറിൻ്റെ പന്തിൽ ബൂമ്ര പിടിച്ച് പുറത്തായി. 11 പന്തിൽ നിന്ന് 21 റൺസ്. കാർത്തിക് ശർമ്മയുടെ വക 2 സിക്സറുകൾ. 19 പന്തിൽ നിന്ന് പക്ഷേ താരത്തിന് 18 റൺസ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ജെയ്മി ഒബേർട്ടൻ 7 പന്തിൽ നിന്ന് 2 4ഉം 1 6ഉം അടക്കം 15 റൺസ് അടിച്ചു. ഏതായാലും 207 എന്നുള്ളത് അത്ര ഒരു വമ്പൻ സ്കോറല്ല ഈ പിച്ചിലെന്നുള്ളത് ശരിയാണ്. 230ഉം 240ഉം ഒക്കെ ചേസ് ചെയ്യാൻ കഴിഞ്ഞേക്കും എന്ന് കമൻറ്റേറ്റേഴ്സ് പറഞ്ഞ് നമ്മൾ കേട്ടു. അപ്പോഴാണ് 207 CSK ഒതുങ്ങിയിട്ടുള്ളത്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. പക്ഷേ എന്തൊക്കെയായാലും ചേട്ടനാണ് ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന കാര്യത്തിൽ തർക്കമേവില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.